ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വ ഇടവം രാശിയിൽ 2026 ജൂൺ മാസം 20-ാം തീയതി മുതൽ ആഗസ്റ്റ് മാസം 2-ാം തീയതി വരെയുള്ള 45 ദിവസമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അതുമൂലം തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുവാൻ ഭാഗ്യമുള്ള ഒരു സമയമാണ് ഈ 45 ദിവസം. കൊല്ലവർഷം 1201 മിഥുനമാസം 6-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ് ഈ ചൊവ്വ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വ ഏറ്റവും പ്രധാനമായിട്ട് തുലാം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ഒരു പ്രബല ഗ്രഹമാണ്. അത് ധനസ്ഥാനത്തിൻ്റെ ആധിപത്യവും നിവൃത്തിസ്ഥാനത്തിൻ്റെ ആധിപത്യവുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ തുലാം രാശിക്കാർക്ക് വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴത്തിൻ്റെ അനുകൂലം വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെയാണ് ആ 10-ാം ഇടത്ത് വ്യാഴം നിൽക്കുമ്പോൾ ആ ശുക്രഗ്രഹവും ബുധനും ഒക്കെ ആ തൊഴിൽ സ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും ഒക്കെ വരും. അപ്പോൾ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ആദിത്യൻ്റെയും ഒക്കെ അനുഗ്രഹമുണ്ടാകുന്ന അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരേണ്ട ഒരു ഭാഗ്യമുള്ള സമയമാണ് ഈ 45 ദിവസം. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ധനസ്ഥാനമായ 2-ാം ഭാവം വൃശ്ചികത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അത് രാശ്യാധിപനായിരിക്കുന്ന ശുക്രനോട് യോഗം ചെയ്തായതിനാൽ പല വിധത്തിലുമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും ഈ തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട്. ഗൃഹസംബന്ധമായിട്ടും അഭിവൃദ്ധിയുള്ള കാലമാണ്. കുടുംബത്ത് സന്തോഷകരമായിട്ടും സമാധാനപരമായിട്ടും ജീവിക്കുവാനും സമൂഹത്തിലും അതുപോലെ തന്നെ തൊഴിൽ രംഗങ്ങളിലുമൊക്കെ സഹപ്രവർത്തകരുടെയും ഇടപാടുകാരുടെയും ഒരു സഹകരണം ഉണ്ടാകുവാനൊക്കെ വന്നു ചേരുവാൻ, നല്ല സുഹൃത്തുക്കൾ വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. സഹോദര സ്ഥാനികളിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. അധിക കടബാധ്യതകളൊന്നും സൂചകമല്ല. കടങ്ങളൊക്കെ വീടി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ തുലാം രാശിക്കാർക്ക്. പുതിയ കടബാധ്യതകൾ ഏറ്റെടുക്കാതെയും കരാറുടമ്പടികളിൽ ഒപ്പുവെക്കുന്നതും സാമ്പത്തിക ഇടപാടുകൾക്ക് ജാമ്യം നിൽക്കുന്നതും വളരെ ജാഗ്രത വേണം. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര സുഖകരമായിരിക്കുന്ന ഒരു സമയമല്ല ഇത്. അതായത് അധിക ക്ലേശങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ്. ദൈവാധീനമൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ദൈവാധീനം ഉള്ള ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഈ തുലാം രാശിക്കാർക്ക് ഒരു പ്രചോദനം ലഭിക്കുന്ന ഒരു നല്ല അവസരമാണ്. ഈ അവസരം വിനിയോഗിച്ചാൽ ദീർഘനാളത്തേക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നു. അതായത് ഉപജയസ്ഥാനമായ 11-ാം ഇടത്തേക്ക് ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അപ്പോൾ പുതിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപ്പിൽ വരുത്തുവാനും വളരെ ഉത്തമമായിരിക്കുന്ന രീതിയിൽ ഒരു മനോബലമൊക്കെ വർദ്ധിക്കുന്നതിനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരും. അത് മുഖാന്തരം പുതിയ തൊഴിൽ എഗ്രിമെൻറ്റുകളിൽ ഒപ്പുവയ്ക്കുവാനോ അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പരാജയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കുവാനൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. അതിന് മറ്റ് ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹകരണം ഉണ്ടാകുന്നതുമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ആരോഗ്യകാര്യങ്ങൾ. അത് പൊതുവെ തൃപ്തികരമായി ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുന്നതിനോ അപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം എതിർ ലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുവാനായിട്ട്. അല്ലാത്ത പക്ഷം ഒരു കാര്യവും ഉണ്ടാകുകയില്ല. മാനാപമാനത്തിനും അവിഖ്യാതിക്കും. സ്വന്തം നാട് വിട്ട് വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. അതായത് 12-ാം ഭാവാധിപത്യം കൂടിയുള്ള ആ ബുധൻ
ആ ഭാഗ്യസ്ഥാനത്ത്, അത് ഭാഗ്യാധിപനാണ് തുലാം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം, ആ തുലാം രാശിക്കാരുടെ ഭാഗ്യസ്ഥാനത്ത് ആ ബുധൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയുണ്ട്. അതുകൊണ്ട് മനസ്സിൽ ആഗ്രഹിച്ച രീതിയിലുള്ള ഭാഗ്യാവസ്ഥകൾ നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. വിദേശവുമായി ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങൾ കൊണ്ടുമൊക്കെ, കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവരായാലും മറ്റ് ഏതൊരു കാര്യങ്ങൾ ചെയ്യുന്നവർക്കും, IT മേഖല ജോലി ചെയ്യുന്നവർക്കോ, മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കോ, വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും പുരോഗതികളും എല്ലാം മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നല്ല രീതിയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കും. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്തും എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.